ഹേ കളികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാനിച്ച്. പതിവിൽ ഒട്ടും എനർജി ഇല്ലാത്ത ഞാൻ ഇപ്പോൾ അതിന് എനർജി കുറവിലാണ് ഈ റിവ്യൂ എടുക്കുന്നത്. ആസ് യു ഓൾ നോ, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടു. ഇന്ന് 1 മണിയുടെ ഷോ മാസിലാണ് കണ്ടത്. എന്താ പറയുക, എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അറിയാം, നിങ്ങൾ തമിഴെല്ലാം കണ്ട പോലെ ഞാനൊരു ഡൈ ഹാഡ് മമ്മൂട്ടി ഫാനാണ്. എന്നിട്ട് കൂടി ഞാൻ ഡീഗ്രേഡ് ചെയ്യാൻ പറയുന്നതാണെന്ന് പലർക്കും തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ റിവ്യൂ മനസ്സോടു കൂടിയാണ് ഇട്ടുള്ളത്. പക്ഷേ ഈ വർഷം എല്ലാ പടങ്ങളുടെ റിവ്യൂ കണ്ടെത്തിട്ടുണ്ടെന്നൊരു നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ റിവ്യൂ ഇടുന്നത്. അല്ലാതെ എനിക്ക് നിങ്ങൾ കണ്ട തൊട്ടിപ്പടങ്ങൾ വരെ പലർക്കും തൊട്ടിപ്പടങ്ങളായിട്ട് തോന്നിയത് വരെ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഇതിലങ്ങനെ നമ്മൾ ആസ്വദിച്ച് പോയിരുന്ന ഒരു സിനിമ എന്ന രീതിയിൽ. പക്ഷേ ഇത് ഒരു പടി മുന്നിൽ ഞാൻ പ്രതീക്ഷിച്ചതുകൊണ്ടോ എന്തോ എനിക്ക് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒട്ടും വർക്കായില്ല. ചില സീരിയസ് ആയിട്ട് നമുക്ക് നോക്കിയ സീനും കോമഡി ആയിപ്പോയി. പിന്നെ ഒറ്റ കാര്യം ഞാൻ പറയാം, ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഞാൻ റിലീസ് ചെയ്തിട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ലക്ഷ്മി സിനിമാസിൽ. അപ്പം കിട്ടിയ ഗൂസ് ബംസിൻ്റെ 1% ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സിനിമ ഇങ്ങനെ നെഗറ്റീവ് പറയില്ല. അതിൽ ആകെ കൊള്ളാവുന്നത് ആ ഒരു ഫോറസ്റ്റ് ഫൈറ്റ് സീനും പിന്നെ ആ ഒരു ക്ലൈമാക്സിലെത്തുമാണ്. തുടക്കത്തിലൊക്കെ സീനൊക്കെ ആണെങ്കിൽ പിള്ളേരെ കൊണ്ട് കാണിക്കരുത് പ്ലീസ്. എനിക്ക് തന്നെ അതൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സീനായിരുന്നു. യൂബർ 16+ ആണ് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നത്. എനിക്ക് ഇതിൽ കൂടുതൽ സിനിമയെ പറ്റിയൊന്നും പറയാനില്ല. ഞാൻ അത്രയ്ക്ക് സങ്കടത്തോടു കൂടിയാണ് റിവ്യൂ ഇടുന്നത്. ഞാൻ അത്രമേൽ എക്സ്പെക്റ്റ് ചെയ്തൊരു സിനിമ ഇത്ര എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ്റെ ഒരു പകുതി പോലും എത്തിയില്ല എന്ന് പറയുമ്പോൾ, മൈ ഫേവറേറ്റ് റൈറ്റർ മുരളി ഗോപി, കമാൽ സംഭവവും ലൂസിഫറൊക്കെ തന്നെ എഴുതിയ റൈറ്ററാണ് ഈ പടം എഴുതിയത്. അവർ ഭയങ്കര പൊളിറ്റിക്സൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹാൻഡ്സ് ഓഫ് നമ്മുടെ മതതീവ്രവാദമൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട് അവർ. ഈ കാലഘട്ടത്തിലൊക്കെ അത് എത്രത്തോളം പ്രശസ്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ ജീവിക്കുന്ന ആളാണ്. പക്ഷേ ഈ സിനിമയിലെ പൊളിറ്റിക്സ് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിത് ലൂസിഫറൊക്കെ അത്ര കുറച്ച് ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു 70-80 crores കണ്ടുള്ളൂ ലൂസിഫറിൻ്റെ ബഡ്ജറ്റ്. അതിൽ നിന്ന് അവർ 200 കോടി ബഡ്ജറ്റുള്ള നിർത്തി. അതിൽ ഞാൻ ഒറ്റ സീൻ പറഞ്ഞുകൊണ്ട് നിർത്താം. അതായത് ലൂസിഫറിൽ മോഹൻലാൽ കാലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കിട്ടുന്ന ഗൂസ് ബമ്പ് ഇവിടെ 3 ചോപ്പർ ഇതാക്കിയിട്ട് അതിൽ നിന്ന് മോഹൻലാൽ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കിട്ടില്ല. ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ക്യാരക്ടർ മോഹൻലാലിൽ പറഞ്ഞിട്ടുള്ളതല്ല. അതിനെ കുറച്ച് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. ആള് മാത്രം വെച്ച് ഒരു പടം, ആൾ മാത്രം മതി, ഖുറേഷി അബ്രഹാം വേണ്ട പ്ലീസ്. അങ്ങനെ മാത്രം ഇറക്കിയ ഒരു ലൂസിഫർ ഭയങ്കര വിജയമായിരുന്നു. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഖുറേഷി അബ്രഹാം തന്നെ വില്ലന്മാരൊക്കെ പറയണ്ട, പട്ടിക്കൂറ വരുന്നു ചാവുന്നു, അതും സിമ്പിളായിട്ട് വീട്ടിൽ കൊണ്ടൊക്കെ ചാവണം. ഞാൻ എന്തോരം എക്സ്പെക്റ്റേഷൻ ആയിട്ട് ഇതാക്കി തന്നെ വില്ലന്മാർ. ഇപ്പോഴത്തെ സിനിമകളിൽ വില്ലന്മാർക്ക് എന്തോരം ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഏതോ സിനിമ ഇതുപോലെയുണ്ട്, കബ്സ എന്ന് പറയുന്ന സിനിമയിൽ നായിക വരുന്നു, വില്ലന്മാരെ വെടിവെച്ച് കൊല്ലുന്നു. കറക്റ്റ് ഒരു മലയാള സിനിമയെന്ന് ഫീൽ ചെയ്യില്ല. സംഭവം ശരിയാണ്. ഞാനൊരു മലയാള സിനിമ കാണാനാണ് പോയത്. ഹോളിവുഡ് ലെവൽ സിനിമ കാണാനുണ്ട് എനിക്ക്. അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമ ഉണ്ട് എനിക്ക് കാണാനെങ്കിൽ. എനിക്ക് മനസ്സിലാകുന്നില്ല. മഞ്ജു വാര്യറിനൊക്കെ ഒരു സീനുണ്ട്, പൊട്ടയപ്പ. എങ്ങനെ ഇത്ര ദയനീയമായിട്ട് എങ്ങനെ എഴുതാൻ പറ്റണമെന്നൊക്കെ ആലോചിക്കും. അത്ര അലമ്പ് ആ സീനൊക്കെ. അവിടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വട്ടം കാണും.